ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടിൽ കായ്ച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടെന്ന്. ഇതിപ്പോൾ ഇന്ന് 4 എണ്ണം നല്ല വിളഞ്ഞ് പഴുത്തത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഷേക്ക് അടിക്കാമെന്ന്. നമ്മൾ വിളഞ്ഞത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെടിച്ച് കീറുന്നത് നല്ല പരുവായ ഫ്രൂട്ടാണ്. നല്ല താമര പോലെയൊക്കെ ഡിസൈൻ കൊടുത്ത് അല്ല താമര പോലെ ആക്കി എടുക്കാനായിരുന്നു ഉദ്ദേശം. പക്ഷേ അത് ഒരു സൈഡ് കൊണ്ടുവന്ന് അങ്ങ് ഫ്ലോപ്പായിപ്പോയി. എങ്കിലും കുഴപ്പമില്ല, ഏകദേശമൊക്കെ അതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല പഴുത്തതാണ്, നല്ല പോലെ വിളഞ്ഞിട്ടുണ്ട് ഇത്. നമുക്ക് ഇതിന് മുന്നുള്ള ദിവസങ്ങളിലും ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 വീതമൊക്കെ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു സീസണായിരിക്കും, ഈ സീസൺ സമയമായിരിക്കും. ഇപ്പം നിറയെ മൊട്ടും പൂക്കളും ഒക്കെ ഇപ്പോഴും പിടിച്ച് നിൽപ്പുണ്ട് അതിൽ. അങ്ങനെ ചെറുതായിട്ടൊക്കെ അരിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ. കപ്പലണ്ടിയും ഡ്രാഗൺ ഫ്രൂട്ടും പാലും കൂടി ഇട്ട് അടിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കി, നല്ല മധുരമുണ്ട്. ഞാൻ മിതുമോക്കും ഒന്ന് കൊടുത്തു നോക്കി. പക്ഷെ അവൾക്ക് എന്തോ കാണുമ്പോൾ തന്നെ അതൊരു വേണ്ട അതിഷ്ടമല്ല, അമ്മയെ വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കപ്പലണ്ടിയും ഡ്രാഗൺ ഫ്രൂട്ടും കൂടി മിക്സിയിലോട്ട് ഇട്ട് പാലും കൂടി ഒഴിച്ചാണ് ഞാൻ ജ്യൂസാക്കുന്നത്. ജ്യൂസല്ല, ഷേക്ക് കണക്ക് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബദാമോ ഈത്തപ്പഴമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടിയൊക്കെ ഇട്ട് അടിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് 3ഉം കൂടിയാണ് ഷേക്ക് അടിച്ച് എടുത്തത്. ഷേക്കെന്നോ സ്മൂത്തിന്നോ അങ്ങനെ ജ്യൂസെന്നോ വേണമെങ്കിലും പറയാം. അങ്ങനെ ഒരു ഇതിലാണ് അടിച്ചെടുത്തത്. പിന്നെ ചേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നു, സ്ട്രോബെറിയുടെ. അപ്പം ഞാൻ വിചാരിച്ചു അത് അതിൻ്റെ മുകളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ ഇതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം നമ്മളെ വീട്ടിൽ കായ്ച്ചതുകൊണ്ട് തന്നെ നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടില്ല. അതിൻ്റെ പഞ്ചസാര ഇടേണ്ട ആവശ്യം ഇല്ല കേട്ടോ, നല്ല മധുരം. പിന്നെ ഐസ്ക്രീമും കൂടി വയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ പഞ്ചസാര ഒഴിവാക്കിയത്. പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്നൊരു ശകലം എടുത്ത് കഴിച്ചു നോക്കി. ഇത് മൊത്തവും എനിക്കല്ല കേട്ടോ, ഞാൻ ബാക്കി എല്ലാവർക്കും ഒക്കെ കൊടുത്ത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.